അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഷിഫാഉൽ അംറാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വോയിസ് പൂർണ്ണമായി കേൾക്കുക, ഇതിൽ പറയുന്നത് പോലെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതിന് ഉത്തരം ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. സന്താനങ്ങളില്ലാത്തതിന്, അതായത് കുട്ടികളില്ലാത്തതിനുള്ള ഒരു മരുന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ആത്മീയ മരുന്നാണ്. കറക്റ്റായിട്ട് അതിൻ്റേതായ രീതിയിൽ ഇത് ചൊല്ലുകയും ചെയ്യുകയും ചെയ്താൽ സന്താനങ്ങളില്ലാത്ത കാരണം എന്ത് തടസ്സമാണെങ്കിലും അത് അള്ളാഹു നീക്കിത്തരികയും, ആണിനായാലും പെണ്ണിനായാലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുകയും അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുകയും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചൊല്ലുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് സന്താനത്തിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതിന് ആദ്യമായി നാം ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ സ്ക്രീനിൽ എഴുതി വിട്ടിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ ഒലോടുകൂടി നിയ്യത്ത്, നന്നായി നല്ല നിയ്യത്ത് വെച്ച് ഇതുപോലെ എഴുതി നിങ്ങളെ ശരീരത്തിൽ കെട്ടണം. ഒരു ഉറുക്കാക്കി അരയിൽ കെട്ടുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിൽ കെട്ടി നമ്മുടെ ശരീരത്തിൽ കെട്ടി വെക്കുകയും ചെയ്യുക. അതോടുകൂടി ഖുർആനിൽ ഉള്ള ഒരു ദുആ ഉണ്ട്. ആ ദുആ നിങ്ങൾ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും സുബ്ഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ഒരു 70 പ്രാവശ്യം ഓതുകയും ദുആ ചെയ്യുകയും ചെയ്യുക. 70 പ്രാവശ്യം റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. 2 ആയത്തുകളാണ്, 2 ദുആകളാണ്, 2 ദിക്റുകളാണ്. സ്ക്രീനിൽ കാണുന്ന ആ നഷ്ഖ് അത് എഴുതി ഭാര്യയും ഭർത്താവും, സ്ത്രീയും പുരുഷനും, ഗർഭിണിയാവാത്ത സ്ത്രീയും പുരുഷനും, അവർ 2 പേരും ഇതിനെ എഴുതി കെട്ടണം. 2 പേരും ഇതിനെ ഉളോടുകൂടി എഴുതി നിയ്യത്ത് നന്നാക്കി എഴുതി കെട്ടുക. നേരത്തെ പറഞ്ഞ ഈ 2 ദുആ 70 പ്രാവശ്യം വെച്ച് നിങ്ങൾ ഓതി ദുആ ചെയ്യുകയും ചെയ്യുക. 2 പേരും ഓതണം. പുരുഷൻ മാത്രം ഓതിയാൽ പോരാ, സ്ത്രീ മാത്രം ഓതിയാൽ പോരാ, 2 പേരും ഓതി ദുആ ചെയ്യണം 70 വട്ടം. 70 വട്ടം ഒരു ദിവസം സുബ്ഹിക്ക് ശേഷമാണ് 70 പ്രാവശ്യം ഓതി ദുആ ചെയ്യേണ്ടത്. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ 10, 11, 17, 20, 100, 1000 എത്രയും വേണമെങ്കിൽ ചെല്ലാം. അങ്ങനെ ചൊല്ലി ദുആ ചെയ്യുക. 70 പ്രാവശ്യം സുബ്ഹിക്ക് ശേഷം അത് നിർബന്ധമാണ്, നേരത്തെ പറഞ്ഞ ദുആ. പിന്നെ ഇത് എഴുതി കെട്ടുകയും ചെയ്യുക. ഇങ്ങനെ തുടർന്നാൽ ഈ 70 പ്രാവശ്യം ഓതേണ്ട ഒരു ദിവസമല്ല, ഒരു 70 ദിവസം 70 ദിവസം തുടർച്ചയായിട്ട് ഓതിക്കൊണ്ടിരിക്കുക. ഇത് എഴുതി കെട്ടുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഗർഭമില്ലാത്ത തടസ്സമുള്ള ആളുകൾക്കത് അള്ളാഹു നീക്കിത്തന്ന് നല്ല രീതിയിൽ അവൾക്ക് ഒരു കുഞ്ഞിനെ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.